Dear student, good morning. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഫൊറിയർ ഇന്റഗ്രലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ എടുക്കുന്നത് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രലും ഫൊറിയർ സൈൻ ഇന്റഗ്രലും എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആൻഡ് ഫൊറിയർ സൈൻ ഇന്റഗ്രൽ. Fourier cosine integral. If f of x is even, then f of x as a Fourier cosine integral representation as f of x equal to integral 0 to infinity a omega cos omega x d omega, where a omega equal to 2 by pi integral 0 to infinity f of x cos omega x dx. Next, Fourier sine integral. If f of x is odd function, then f of x as a Fourier sine integral representation as f of x equal to integral 0 to infinity b omega sin omega x d omega, where b omega equal to 2 divided by pi integral 0 to infinity f of x sin omega x dx. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, f of x എന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു d ഒമേഗയാണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലെ a ഒമേഗ വിത്ത് റെസ്പെക്ട് ടു എക്സും, അതുപോലെ തന്നെ സൈൻ ഇന്റഗ്രലിലെ എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയും അതിലെ ബി ഒമേഗ വിത്ത് റെസ്പെക്ട് ടു എക്സുമാണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആണ്, ഈക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ഫൊറിയർ ഇന്റഗ്രൽ ആണെങ്കിൽ അതിലെ എ ഒമേഗയും ബി ഒമേഗയും ഈ രണ്ട് ടേമും കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രലും ഫൊറിയർ സൈൻ ഇന്റഗ്രലാണ്. ഫൊറിയർ കൊസൈൻ ഇന്റഗ്രലിൽ എ ഒമേഗ മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ദാറ്റ് ഈസ് എ ഒമേഗ ഈക്വൽ ടു 2 divided by pi integral 0 to infinity f of x cos omega x dx ഉം b omega sin ഇന്റഗ്രലിലെ b omega 2 divided by pi integral 0 to infinity f of x sin omega x dx. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ഫംഗ്ഷൻ f of x എന്നൊരു ഫംഗ്ഷൻ തരും. എന്നിട്ട് ചോദിക്കുക, ഒന്നെങ്കിൽ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, തന്നുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അത് ഈവൻ ആണെങ്കിൽ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രലും തന്നുള്ള ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ ഫൊറിയർ സൈൻ ഇന്റഗ്രലും നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രലും ഫൊറിയർ സൈൻ ഇന്റഗ്രലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ അതുപോലെ തന്നെ ആൻസർ പേപ്പറിൽ എഴുതി വെക്കുക. ദാറ്റ് ഈസ് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സും അതിലെ എ ഒമേഗയും എഴുതി വെക്കണം. ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് അതിലെ ബി ഒമേഗയും എഴുതി വെക്കണം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായി മനസ്സിലാക്കാം. പ്രോബ്ലത്തിലേക്ക് പോകാം. അതിന്റെ തൊട്ട് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതേപോലെ ഇതിൽ ആവശ്യമുള്ള കുറച്ച് ഏതാനും ഡെഫിനിഷൻസും അതേപോലെ ഇക്വേഷൻസ് ആണ് ഈ പേജിൽ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ e raised to ax sin bx dx that equal to e power ax divided by a square plus b square a sin bx minus b cos bx. അതുപോലെ തന്നെ ഇന്റഗ്രൽ e raised to ax cos bx dx. ഇത് ജനറൽ ആയിട്ട് ഒരുവിധം എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇന്റഗ്രൽ മൈനസ് a to a ഈവൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് a to a ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 times 0 integral 0 to a even function എന്നും ഇന്റഗ്രൽ മൈനസ് a to a ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് ഡയറക്റ്റ് സീറോയും എഴുതി വെക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഇങ്ങനെ രണ്ട് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ ഡയറക്റ്റ് അതിന്റെ ഇന്റഗ്രൽ ഫോം എഴുതി വെക്കാം. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ബ്രാക്കറ്റിനകത്ത് എഴുതി, എന്നിട്ട് ഇതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ അത് ഫസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതി, സെക്കൻഡ് ബ്രാക്കറ്റിൽ സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ അത് സെക്കൻഡ് ബ്രാക്കറ്റിലും ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും ഓൾറെഡി ഇട്ട് വെക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. നെക്സ്റ്റ്, എന്താണോ ഫസ്റ്റ് ബ്രാക്കറ്റിൽ കിടക്കുന്നത് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. നെക്സ്റ്റ്, എന്താണോ സെക്കൻഡ് ബ്രാക്കറ്റിൽ കിടക്കുന്നത് ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ അഗൈൻ ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ് ഡി എക്സ്. നെക്സ്റ്റ്, ഓൾട്ടർനേറ്റീവ് പ്ലസ്, ദാറ്റ് ഈസ് പ്ലസ് മൈനസ് നെക്സ്റ്റ് പ്ലസ്. ഇനി ഫസ്റ്റ് ബ്രാക്കറ്റിൽ എന്താണോ, ദാറ്റ് ഈസ് സെക്കൻഡ് ലാസ്റ്റ് ബ്രാക്കറ്റിൽ എന്താണോ അതിന്റെ അഗൈൻ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ്. നെക്സ്റ്റ് ഇന്റഗ്രൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, തന്നിട്ടുള്ള ഫംഗ്ഷൻ പോളിനോമിയൽ വരികയാണെങ്കിൽ, ഫസ്റ്റ് ഫംഗ്ഷൻ പോളിനോമിയൽ വരികയാണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം
ഈ തന്നുള്ള ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ പോളിനോമിയൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സെട്ര nth ഡെറിവേറ്റീവ് ഷുവർ ആയിട്ട് എന്താ ചെയ്യാം, 0 ആയി പോകും. ദാറ്റ് ഈസ് പോളിനോമിയൽ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം കോൺസ്റ്റന്റ് നെക്സ്റ്റ് 0 ആയി പോകും. ദാറ്റ് ഈസ് ഈ പ്രോസസ് എന്തായാലും എൻഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താകണം എപ്പോഴും പോളിനോമിയൽ ആവുമ്പോഴേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് രണ്ട് ഐഡന്റിറ്റി ദാറ്റ് ഈസ് സൈൻ ആൻഡ് കൊസൈൻ. സൈൻ π/2 മൈനസ് തീറ്റ. സൈൻ π/2 വരികയാണെങ്കിൽ സൈൻ π/2 വരികയാണെങ്കിൽ സൈൻ വന്നിട്ടുണ്ടെങ്കിൽ കോസും, കോസ് വന്നിട്ടുണ്ടെങ്കിൽ സൈനും. ദാറ്റ് ഈസ് സൈൻ π/2 മൈനസ് തീറ്റ അല്ലെങ്കിൽ സൈൻ π/2 പ്ലസ് തീറ്റ, കോസ് π/2 മൈനസ് തീറ്റ, കോസ് π/2 പ്ലസ് തീറ്റ. ഇങ്ങനെ വരികയാണെങ്കിൽ ഫസ്റ്റ് നോക്കാം π/2 ആണോ നോക്കാം. π/2 ആണെങ്കിൽ സൈനിന് കറസ്പോണ്ടിങ് കോസും, കോസിന് കറസ്പോണ്ടിങ് സൈനും. നെക്സ്റ്റ് ഏത് ക്വാർട്ടറിലാണോ, ഇത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ദാറ്റ് ഈസ് സൈൻ പോസിറ്റീവ് ആണ്, therefore പോസിറ്റീവ് എഴുതി. നെക്സ്റ്റ് കോസ്, ഇതും അഗൈൻ ഇത് ഫസ്റ്റ് ക്വാർട്ടറിലെ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും പോസിറ്റീവ് ആണ്, therefore കോസ് ഇതും പോസിറ്റീവ് ആയി. ഓക്കെ, നെക്സ്റ്റ് പൈ വരികയാണെങ്കിൽ സൈൻ കോസ്, പൈ വരികയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ തന്നെ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് സൈൻ. നെക്സ്റ്റ് പൈ മൈനസ് തീറ്റ, സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ പോസിറ്റീവ് ആണ്, therefore പോസിറ്റീവ്. നെക്സ്റ്റ് കോസ്, പൈ വന്നുകൊണ്ട് കോസ് തന്നെ എഴുതി. സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്, therefore കോസ് നെഗറ്റീവ് ആണ്, therefore നെഗറ്റീവ് എഴുതി. നെക്സ്റ്റ് സൈൻ പൈ പ്ലസ് തീറ്റ, തേർഡ് ക്വാർട്ടറിലാണ്. സൈൻ പൈ വന്നുകൊണ്ട് സൈൻ തന്നെ എഴുതി. തേർഡ് ക്വാർട്ടറിൽ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, therefore സൈൻ നെഗറ്റീവ് ആണ്, therefore നെഗറ്റീവ് എഴുതി. നെക്സ്റ്റ് കോസ് പൈ വന്നുകൊണ്ട് കോസ് തന്നെ എഴുതി. നെക്സ്റ്റ് തേർഡ് ക്വാർട്ടറിൽ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, therefore കോസ് നെഗറ്റീവ് ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തേ ഒന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. Find Fourier cosine integral of f of x equal to sin x if 0 less than x less than pi, 0 if x greater than pi. That is തന്നുള്ള ഫംഗ്ഷൻ f of x ആണ് തന്നുള്ള ഫംഗ്ഷൻ. f of x ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 0 മുതൽ പൈ ടു ഇൻഫിനിറ്റി വരെ. That is f of x എന്ന ഫംഗ്ഷൻ 0 to ഇൻഫിനിറ്റി വരെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 0 മുതൽ 1 വരെ, പൈ വരെ ഫംഗ്ഷൻ വാല്യൂ സൈൻ എക്സും, നെക്സ്റ്റ് പൈ ടു ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. therefore നമ്മൾ ഡെഫിനിഷൻ ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും സൈൻ കൊസൈൻ ഇന്റഗ്രൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഈ ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ പകർത്തി വെക്കുക. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി a omega cos omega x d omega, where a omega equal to 2 divided by pi, integral 0 to infinity f of x cos omega x dx. Okay, d omega മാറ്റം വരുത്തരുത്. f of x ലെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയും അതിലെ a omega വിത്ത് റെസ്പെക്ട് ടു എക്സുമാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ ഒമേഗ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഡെഫിനിഷൻ ഇതുപോലെ തന്നെ എഴുതി വെക്കാം. ഈ എ ഒമേഗ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ ഒമേഗ ഈക്വൽ ടു 2 divided by pi ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്. പക്ഷേ 0 to ഇൻഫിനിറ്റിയിൽ രണ്ട് ഫംഗ്ഷൻ ആണ്. 0 മുതൽ പൈ വരെ സൈൻ എക്സും, നെക്സ്റ്റ് പൈ ടു ഇൻഫിനിറ്റി വരെ 0യുമാണ് ഫംഗ്ഷൻ വാല്യൂ. therefore നമുക്ക് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാം 0 to pi and pi to infinity. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ നമ്മൾ ടോട്ടൽ ആൻസറിൽ ആഡ് ചെയ്ത് വരില്ല. therefore ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. that is ഇന്റഗ്രൽ 2 divided by pi ഇന്റഗ്രൽ 0 to infinity 0 into cos omega x, ഇത് 0 ആണ്. therefore 2 divided by pi ഇന്റഗ്രൽ 0 to pi sin x cos omega x dx. okay, next integral of 0 to pi sin x cos omega x. ഇതിനെ ഫസ്റ്റ് പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തൊട്ട് മുന്നത്തെ മെത്തേഡ് വെച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ രണ്ടും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ sin x cos omega x. നമുക്ക് പുതിയ റിസൾട്ട് ദാറ്റ് ഈസ് sin a sin b അല്ലെങ്കിൽ sin a cos b, sin a cos b. ഇതിന്റെ ജനറൽ റിസൾട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് sin a അല്ലെങ്കിൽ sin alpha cos beta that equal to 1/2 times sin alpha minus beta plus sin alpha
plus beta. Okay, the direct substitute. That is ഇവിടെ alpha അല്ലെങ്കിൽ a, that is alpha equal to x and beta equal to omega x. Therefore, sin alpha plus beta, that is sin x plus omega x plus sin alpha minus beta, that is sin x minus omega x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇന്റഗ്രൽ സെപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് എക്സ് ഈ ടേമിൽ നിന്ന് എക്സ് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ സൈൻ ഇൻറ്റു 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ്. ദെർഫോർ ഇത്രയും ടേം ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇതിലെ ഈ ടേം കോൺസ്റ്റന്റ് 1 പ്ലസ് ഒമേഗ ഇത് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് സൈൻ 2x സൈൻ 3x എന്ന് പറയുന്ന പോലെ സൈൻ 1 പ്ലസ് ഒമേഗ എന്നുള്ളത് 1 plus omega എന്നുള്ളത് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് സൈൻ 1 plus omega ഇൻറ്റു എക്സ് dx. അതുപോലെ തന്നെ ഇവിടെയും സൈൻ 1 മൈനസ് ഒമേഗ എന്നുള്ളത് കോൺസ്റ്റന്റ്. ഇന്റഗ്രൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ പൈ ഇന്റഗ്രൽ 1 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു മൈനസ് സൈൻ 2x സൈൻ 2xന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2. ദാറ്റ് ഈസ് 2 എന്നുള്ളത് കോൺസ്റ്റന്റ് പോലെ ഇവിടെ മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ x divided by 1 plus omega. ഇവിടെയും അതുപോലെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലെ എല്ലാ കോൺസ്റ്റന്റ് ടേമും പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ് 1 divided by പൈ 1 plus omega. ഇത്രയും ടേം പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ള അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ കോസ് 1 plus omega പൈ മൈനസ് 1, ദാറ്റ് ഈസ് കോസ് 0. ദാറ്റ് ഈസ് കോസ് 1 plus omega പൈ മൈനസ് കോസ് 0, ദാറ്റ് ഈസ് 1. അതുപോലെ തന്നെ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, തൊട്ട് മുന്നത്തെ റിസൾട്ട് കോസ് ഈ ബ്രാക്കറ്റ് ഇത് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ കോസ് പൈ പ്ലസ് പൈ ഒമേഗ, കോസ് പൈ പ്ലസ് കോസ് പൈ ഒമേഗ. തൊട്ട് മുന്നത്തെ റിസൾട്ട് വീണ്ടും നമുക്ക് നോക്കാം. കോസ് പൈ പ്ലസ് തീറ്റ, ദാറ്റ് ഈസ് തീറ്റ ഇവിടെ പൈ ഒമേഗ എന്ന പൈ ഒമേഗ, ദാറ്റ് ഈസ് കോസ് പൈ പ്ലസ് പൈ ഒമേഗ. നമുക്കറിയാം മൈനസ് കോസ് തീറ്റ, ദാറ്റ് ഈസ് മൈനസ് കോസ് പൈ ഒമേഗ. ഓക്കെ, ഇതാണ് ഇവിടെ എടുത്തുള്ളത്. ദാറ്റ് ഈസ് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് ഇവിടെ. ദാറ്റ് ഈസ് കോസ് പൈ പ്ലസ് പൈ ഒമേഗ, ദാറ്റ് ഈസ് മൈനസ് കോസ് പൈ ഒമേഗ. മൈനസ് മൈനസ് എല്ലാ മൈനസും പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് മൈനസ് മൈനസ് പ്ലസ് ആയി ഇത്രയും ടേം. ഓക്കെ, നിങ്ങൾ തെറ്റിക്കാതെ ബാക്കിയുള്ള സ്റ്റെപ്പും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. അറിയാത്ത സ്റ്റെപ്പ് മാത്രം നോക്കുക, സ്വന്തമായി ഇരുന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നുകൂടി പറയാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ ക്വസ്റ്റ്യനിലെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഏതായിരുന്നാലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. എഫ് ഓഫ് എക്സ് ഫൈൻഡ് ഫോറിയർ കൊസൈനോ ഫൈൻഡ് ഫോറിയർ സൈൻ സീരീസ് സൈൻ ഇന്റഗ്രലോ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ഡെഫിനിഷൻ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണെങ്കിൽ അതിലെ എ ഒമേഗ കണ്ടുപിടിക്കുക. ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആണെങ്കിൽ അതിലെ ബി ഒമേഗ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 if 0 less than x less than 1. Next 0 if x greater than 1. Find a Fourier cosine integral. വീണ്ടും ഇതുപോലെ തന്നെ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ ഡെഫിനിഷൻ എടുത്ത് എഴുതി. ഫംഗ്ഷൻ നമുക്കറിയാം 0 മുതൽ 1 വരെ ഒരു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 1ഉം. നെക്സ്റ്റ് 1നേക്കാൾ വലുതാണെങ്കിൽ x 1നേക്കാൾ വലുതാണെങ്കിൽ ദാറ്റ് ഈസ് 1ന്റെ മുകളിലായിട്ടുള്ള ഫംഗ്ഷൻ 0യുമാണ്. Therefore ഈ ഇന്റഗ്രൽ വാല്യൂ 0 വരും. ദാറ്റ് ഈസ് 1 to infinity 0 വരും. നെക്സ്റ്റ് 0 to 1 എന്നുള്ളത് 1ഉം. Therefore സിമ്പിൾ ആയിരുന്നു 2 divided by പൈ ഒമേഗ സൈൻ ഒമേഗ. നെക്സ്റ്റ് ഫൈൻഡ് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ എക്സ് സ്ക്വയർ if 0 less than x less than 1. നെക്സ്റ്റ് 0 if x greater than 1. വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് നിങ്ങൾ ഇതേപോലെ എഴുതി വെക്കാനാണ്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ വാല്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് എന്തെന്നുള്ള അറിയാം, അതിലെ എ ഒമേഗ നമ്മളത് എടുത്തെഴുതി. നെക്സ്റ്റ് ഇവിടെ 0 മുതൽ 1 വരെ ഫംഗ്ഷൻ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. നെക്സ്റ്റ് 1 to infinity ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. therefore this integral 0. 1 to infinity, that is 1ന്റെ മുകളിലേക്ക് ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് 0 into cos omega x വരും. therefore this equal to 0. നെക്സ്റ്റ് that is 2 divided by pi integral 0 to 1 f of x cos omega x dx. that is f of x 0 to 1 f of x x square ആണ്. therefore 2 by pi
x square sin, that is first function polynomial. തൊട്ട് മുന്നത്തെ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാം. that is first function x square, ഒന്നാമത്തെ ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി. രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാണോ അതിന്റെ ഇന്റഗ്രൽ സെക്കൻഡ് ബ്രാക്കറ്റിൽ എഴുതി, മൈനസ് നെക്സ്റ്റ് ഫസ്റ്റ് ബ്രാക്കറ്റിൽ എന്താണോ അതിന്റെ ഡെറിവേറ്റീവ്, that is 2x. സെക്കൻഡ് ബ്രാക്കറ്റിൽ എന്താണോ അതിന്റെ ഇന്റഗ്രൽ, that is minus cos omega x divided by omega into omega, that is omega square. നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് പ്ലസും മൈനസും, പ്ലസ് മൈനസ് നെക്സ്റ്റ് പ്ലസ്. ഈ ബ്രാക്കറ്റിൽ എന്താണോ അതിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2. നെക്സ്റ്റ് സെക്കൻഡ് ബ്രാക്കറ്റിൽ എന്താണോ, സെക്കൻഡ് ലാസ്റ്റ് ബ്രാക്കറ്റിൽ എന്താണോ അതിന്റെ ഇന്റഗ്രൽ, ദാറ്റ് ഈസ് മൈനസ് സൈൻ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ ഒമേഗ ക്യൂബ്, ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ, ദാറ്റ് ഈസ് ഒമേഗ ക്യൂബ്. നെക്സ്റ്റ് അടുത്തത് മൈനസ് നെക്സ്റ്റ് എന്ത് വരും, ഇതിന്റെ ഡെറിവേറ്റീവ് 0 വരും. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടേം കംപ്ലീറ്റ് 0 ആയിരിക്കും. നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. therefore അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0 to 1. ഓക്കെ, നിങ്ങൾ ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് 0 എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അതൊന്ന് കൊടുത്തു നോക്കുക. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 വരും, കാരണം 0 സ്ക്വയർ വരും. ഇവിടെയും 0 വരും. ഇവിടെ സൈൻ 0, എക്സിന് 0 എടുക്കുമ്പോൾ അപ്പോൾ ലോവർ ലിമിറ്റ് ഇവിടെ കിട്ടൂല. നമ്മളെ എന്താ ടോട്ടൽ അഡീഷനിൽ ടോട്ടൽ ആൻസറിൽ ലോവർ ലിമിറ്റിന്റെ ഒരു ടേമും വരില്ല, കാരണം ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആണ് വരുന്നത്. therefore അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2 divided by pi സൈൻ എക്സിന് എന്ത് കൊടുക്കണം, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ പ്ലസ് 2 into cos omega divided by omega square minus 2 into sin omega divided by omega cube minus lower limit. Lower limit കൊടുക്കുമ്പോൾ complete 0 ആണ്. That is minus lower limit, that is 0. That's equal to answer 2 divided by pi into sin omega divided by omega plus 2 into cos omega divided by omega square minus 2 into sin omega divided by omega cube. Next, സൈൻ ഇന്റഗ്രൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കൊസൈൻ ഇന്റഗ്രൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും സൈൻ ഇന്റഗ്രൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗക്ക് പകരം ബി ഒമേഗയും കോസ് ഒമേഗ എക്സിന് പകരം സൈൻ ഒമേഗ എക്സും. ഇതാണ് സൈൻ ഇന്റഗ്രൽ. ഇവിടെ ബി ഒമേഗ ഈക്വൽ ടു ഇത് സെയിം ആണ്, എ ഒമേഗക്കും ബി ഒമേഗക്കും 2 divided by pi ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിന്റെ ഇത്രയും ടേം സെയിം ആണ്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ദാറ്റ് ഈസ് കോസിന് കോസ് ഒമേഗ എക്സും സൈന് സൈൻ ഒമേഗ എക്സും ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ സൈൻ എക്സ് ഓൺ ദി ഇന്റർവൽ 0 less than or equal to x less than or equal to pi, that is 0 to pi function value sin x ഉം നെക്സ്റ്റ് ഗ്രേറ്റർ ദാൻ പൈ എക്സ് ഗ്രേറ്റർ ദാൻ പൈ ഫംഗ്ഷൻ വാല്യൂ 0 യും ആണ്. therefore നമ്മൾ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റിയിലെ 0 മുതൽ പൈ വരെ ഒരു ഫംഗ്ഷനും നെക്സ്റ്റ് പൈ ടു ഇൻഫിനിറ്റി വരെ വേറെ ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് ഈ ടേമിൽ സൈൻ എക്സും നെക്സ്റ്റ് ഈ ടേമിൽ 0 ആണ് ഫംഗ്ഷൻ. therefore നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 0 to pi f of x sin x നെക്സ്റ്റ് 2 by pi pi to ഇൻഫിനിറ്റി f of x 0. ഈ ടേം അഗൈൻ 0 വരും. നമ്മളെ സാധാരണ എന്താ ടോട്ടൽ ആൻസറിൽ ഫൈനൽ ആൻസറിൽ ഇവിടുന്ന് ഒരു ടേംസും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല, അതുകൊണ്ട് ഇത് 0 ആണ്. നെക്സ്റ്റ് 2 divided by pi ഇന്റഗ്രൽ 0 to pi sin x sin omega x dx. തൊട്ട് മുന്നത്തെ റിസൾട്ട് ഇവിടെ പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ രണ്ട് ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. therefore ഇതിന്റെ ജനറൽ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതും. ദാറ്റ് ഈസ് സൈൻ എ ഇൻറ്റു സൈൻ ബി സൈൻ ബി റിസൾട്ട് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് +2 റിസൾട്ടിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിച്ച് എഴുതാം. ദാറ്റ് ഈസ് സൈൻ എ സൈൻ ബി. ഒന്നും കൂടി പറയാം, സൈൻ എ സൈൻ ബി അല്ലെങ്കിൽ സൈൻ ആൽഫ സൈൻ ബീറ്റ, സൈൻ എ സൈൻ ബി അല്ലെങ്കിൽ സൈൻ ആൽഫ സൈൻ ബീറ്റ. ദാറ്റ് ഈക്വൽ ടു 1/2 കോസ് ആൽഫ മൈനസ് ബീറ്റ മൈനസ് കോസ് ആൽഫ പ്ലസ് ബീറ്റ. ഇത് ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/pi ഇന്റഗ്രൽ 0 to pi cos 1 minus, that is x minus omega x minus cos x plus omega x. x പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. കോസിന്റെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് sin cos some constant into x, that is sin
that constant into x divided by constant. That is വൃത്തിയിൽ നിങ്ങൾ തെറ്റിക്കാതെ ഓരോ സ്റ്റെപ്പ് എടുത്ത് എഴുതുക. നെക്സ്റ്റ് തൊട്ട് മുന്നത്തെ റിസൾട്ട് ഇവിടെ ഉപയോഗിക്കണം. ദാറ്റ് ഈസ് സൈൻ പൈ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൈ മൈനസ് പൈ ഒമേഗ വരും. അറിയാം സൈൻ ആണ്, പൈ ആണ് ഇവിടെ. ദാറ്റ് ഈസ് കോസ് ഒമേഗ പൈ, സോറി സൈൻ ഒമേഗ പൈ. സൈൻ പൈ വരുമ്പോൾ സൈൻ ആണെങ്കിൽ സൈൻ തന്നെ എഴുതും. ദാറ്റ് ഈസ് സൈൻ ഒമേഗ പൈ. നെക്സ്റ്റ് ഇവിടെയും സൈൻ ഒമേഗ പൈ അല്ലെ. റിസൾട്ട് എടുത്ത് എഴുതുക. ഓക്കെ, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ, 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. ഇവിടെ തൊട്ട് മുന്നത്തെ പോലെ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. therefore നമുക്ക് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റിനെ 0 to a to infinity സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. again this will be 0. നെക്സ്റ്റ് തെറ്റിക്കാതെ ഇന്റഗ്രേറ്റ് ചെയ്യാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. therefore final answer 2 divided by pi omega square sin omega a minus a omega cos omega a. next find the Fourier sine integral. again 1 if 0 less than x less than a, 0 if x greater than a. definition ഇതുപോലെ തന്നെ എടുത്ത് എഴുതി. തന്നിട്ടുള്ള ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്താണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 0 to 1 വരെ ഒരു ഫംഗ്ഷനും 1 to infinity 0 ആണ്. therefore this will be 0. നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, 2 divided by pi omega 1 minus cos omega. നെക്സ്റ്റ് ഫൈൻഡ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ. ഇത്രയും ക്വസ്റ്റ്യൻ തരാൻ കാരണം എക്സാമിന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ് എക്സോ സൈൻ എക്സോ ഏതെങ്കിലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് വന്നാലും സെയിം വേണ്ടിയിട്ടാണ് ഇത്രയും എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് കോസ് എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. നെക്സ്റ്റ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. അഗൈൻ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും, കാരണം രണ്ട് ഫംഗ്ഷനാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, പക്ഷേ 0 മുതൽ പൈ വരെ കോസ് എക്സും എക്സ് ഗ്രേറ്റർ ദാൻ പൈ ദാറ്റ് ഈസ് പൈ ടു ഇൻഫിനിറ്റി വരെ 0 ആണ് ഫംഗ്ഷൻ വാല്യൂ. therefore ഡെഫിനിഷൻ എടുത്ത് എഴുതി. ഡെഫിനിഷൻ ഇതുപോലെ നിങ്ങൾ ആൻസർ പേപ്പറിൽ എടുത്ത് എഴുതണം. നെക്സ്റ്റ് 2 by pi this will be 0. നെക്സ്റ്റ് 2 divided by pi 0 to pi cos x sin omega x that is cos a sin b. cos a sin b തൊട്ട് മുന്നത്തെ റിസൾട്ട് ഉപയോഗിക്കാം. that is cos a sin b. ഓക്കെ, റിസൾട്ട് എടുത്ത് എഴുതി. ഇന്റഗ്രേറ്റ് ചെയ്യുക. 2 to ക്യാൻസൽ ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, തെറ്റിക്കാതെ ഇന്റഗ്രേറ്റ് ചെയ്യുക. നിങ്ങൾ ചെക്ക് ചെയ്യുക എന്താ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ചെക്ക് ചെയ്യുക. ഓക്കെ, ഫൈനൽ ആൻസർ 2 omega cos omega pi plus 1 divided by pi into omega square minus 1 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് Fourier integral. Find Fourier sine integral of f of x equal to e raised to x if 0 less than x less than 1. Next 0 if x greater than 1. നെക്സ്റ്റ് തൊട്ട് മുന്നത്തെ അതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. ഫംഗ്ഷൻ ഇതുപോലെ തന്നെ, ഡെഫിനിഷൻ ഇതുപോലെ തന്നെ എടുത്ത് എഴുതി. നെക്സ്റ്റ് ഇന്റഗ്രൽ ലിമിറ്റ് 0 മുതൽ 1 വരെ ഒരു ഫംഗ്ഷൻ വാല്യൂ e raised to x ഉം 1 to infinity വരെ ഫംഗ്ഷൻ വാല്യൂ 0 ഉമാണ്. therefore this will be 0. നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. e raised to ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ട് ആണ്. ഇന്റഗ്രൽ e raised to ax sin bx a equal to 1 ആണ്. a equal to 1 ആണ്. അതേപോലെ b equal to ഒമേഗയും ഇതേപോലെ എടുത്ത് എഴുതുക, തെറ്റിക്കാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൽ ആൻസർ 2 into e into sin omega minus e omega cos omega plus omega divided by pi into 1 plus omega square.